അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ, ഡയമെൻഷണൽ ഫോമുല നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് മെക്കാനിക്സിലുള്ള കുറേ എക്സാമ്പിൾസ് ആണ്. അതായത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ആയാലും നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്ന ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കാനുണ്ടായിരുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയാലും എല്ലാം നമ്മൾ പ്യുവർലി നമ്മുടെ മെക്കാനിക്സ് എന്നുള്ള ആ ഒരു മേഖലയിലുള്ള കുറേ ടേംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് മെക്കാനിക്സും നമ്മുടെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കോളൂ. അപ്പം ഞാൻ ഇപ്പോൾ എൻ്റെ പുതിയ യൂണിറ്റ് സിസ്റ്റത്തിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഒന്ന് ചാർജാണ്, രണ്ടാമത്തത് ടൈമാണ്, മൂന്നാമത്തത് ഫോഴ്സാണ്, നാലാമത്തത് നമുക്ക് വേണമെങ്കിൽ വെലോസിറ്റി ആക്കാം. ഓക്കെ, വെലോസിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷണൽ ഫോമുല നോക്കിക്കോളൂ. ഇത് ക്യൂ ആണ്, ഇത് ടി ആണ്, ഇത് എഫ് ആണ്, ഇത് വെലോസിറ്റി വി ആണ്. അപ്പോൾ ഞാനിനി ഇവിടെ കുറച്ച് ടേംസ് എഴുതാം. അപ്പോൾ ആ ടേംസിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് നോക്കാം കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കണം. കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ടിൻ്റെ ഇക്വേഷൻ ചാർജ് ബൈ ടൈം ആണ് അല്ലേ. കറണ്ടിൻ്റെ ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ ആദ്യം അതിൻ്റെ ഇക്വേഷനാണ് എഴുതുന്നത്. എന്നിട്ട് ആ ഇക്വേഷനെ നമ്മൾ എന്താക്കി മാറ്റും? അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് സിസ്റ്റത്തിൽ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിലുള്ള ഫണ്ടമെൻ്റൽ ഡയമെൻഷണൽ ഫോമുലാസ് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്താണോ അതിലേക്ക് അതിനെ മാറ്റി എഴുതും. ഓക്കെ, അങ്ങനെ മാറ്റി അവസാനം എല്ലാ ടേംസും എന്താവും? നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആവും. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഡയമെൻഷൻസ് കൊടുക്കും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി ഏതെങ്കിലും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പം വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല LT⁻⁻1 ആണെന്ന് എനിക്കറിയാം. അപ്പോൾ വെലോസിറ്റിയുടെ ആവശ്യം എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഞാൻ പിന്നെ ഫർദർ അതിൻ്റെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലേക്കൊന്നും മാറ്റേണ്ട കാര്യമില്ല. എനിക്കതിൻ്റെ ഡയമെൻഷണൽ ഫോമുല അറിയാമെങ്കിൽ ഡയറക്റ്റ് അതാണ് അതിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്ന് എനിക്ക് എഴുതാം. ഇൻ കേസ് എനിക്ക് അറിയാൻ പാടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനെ പല ഇക്വേഷനിലേക്ക് റെഡ്യൂസ് ചെയ്ത് അവസാനം നമ്മൾ എന്ത് കണ്ടുപിടിക്കും? അതിൻ്റെ എല്ലാ ആ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിലുള്ള എല്ലാ ക്വാണ്ടിറ്റീസും ബേസ് ക്വാണ്ടിറ്റീസ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഈ ഒരു ഞാൻ കറണ്ടാണ് എന്നോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സോ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്താണ്? കറണ്ടിൻ്റെ ഇക്വേഷൻ ചാർജ് ബൈ ടൈമാണ്. ചാർജ് പെർ യൂണിറ്റ് ടൈമിനെയാണ് നമ്മൾ കറണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് സിസ്റ്റത്തിൽ ചാർജ് എന്ന് പറയുന്നതും ടൈം എന്ന് പറയുന്നതും എന്താണ്? രണ്ടും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ എനിക്കിവിടെ വേറെ പ്രത്യേകിച്ചൊന്നും കൺവേർട്ട് ചെയ്യാനില്ല. ഡയറക്റ്റ് ഞാൻ ഡയമെൻഷൻസ് എഴുതുന്നു. എനിക്ക് എന്ത് കിട്ടി? Q/T എന്ന് കിട്ടി. സോ എനിക്ക് എന്ത് എഴുതാം? QT ഇൻവേഴ്സ് ആണ് ആരുടെ ഡയമെൻഷണൽ ഫോമുല? എൻ്റെ കറണ്ട് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല. വേറൊരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതാം. കറണ്ട് ഡെൻസിറ്റി. കറണ്ട് ഡെൻസിറ്റി. പൊതുവേ ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റീസിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ ഏരിയ കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്ന ആളെ അതിൻ്റെ ഏരിയ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, കറണ്ട് എന്ന് പറയുന്ന ആൾക്ക് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു QT ഇൻവേഴ്സ് ആണ്. സോ ആ കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷേ ഇവിടെ ഏരിയ വരുമ്പം ഏരിയ എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോമുല എന്താണ്? L² ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെങ്കിൽ ലെങ്ത് ഇൻറ്റു ലെങ്ത്തിനെയാണ് നമ്മൾ ഏരിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്ന് പറയുന്നത് L² ആണ്. ഏത് സിസ്റ്റത്തിലാണ്? ഇത് SI സിസ്റ്റത്തിലാണ്. കാരണം അവിടെ ലെങ്ത് എന്താണ്? ലെങ്ത് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ ലെങ്ത് എന്ന് പറയണതല്ല നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആയി തന്നിട്ടുള്ള ഈ 4 ക്വാണ്ടിറ്റീസിൽ നിന്ന് നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഹിയർ വി ആർ പ്രൊവൈഡഡ് വിത്ത് വെലോസിറ്റി അല്ലേ. നമുക്ക് വെലോസിറ്റി ഉണ്ട്, നമുക്ക് ടൈം ഉണ്ട്, നമുക്കറിയാം എന്താണ് ഡിസ്റ്റൻസ് അല്ലേ. അതായത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ് എന്ത്? നമ്മുടെ വെലോസിറ്റി. നമുക്ക് വെലോസിറ്റി ഉണ്ട്, നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? V/T ആണ്. അപ്പം നമ്മുടെ ലെങ്ത് എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷൻ ഇവിടെ എന്തായി? VT ആണ്.
അപ്പോൾ ഏരിയ എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ലെങ്ത് ആണ്, എൽ സ്ക്വയർ ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? വി സ്ക്വയർ ടി സ്ക്വയർ ആണ് ആരുടെ ഡയമെൻഷണൽ ഫോർമുല? ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല ആസ് പെർ ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം ഹൂസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ. ആ ഒരു സിസ്റ്റത്തിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആരാണ്? ചാർജ്, ടൈം, ഫോഴ്സ്, വെലോസിറ്റി. ക്ലിയർ ആയോ? സോ ഞാൻ ഇവനെ സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യൂ. ഈ ടി പവർ -2 മുകളിലേക്ക് വരും, അപ്പോൾ എനിക്ക് ടി പവർ -3 എന്ന് കിട്ടും. ഈ വി സ്ക്വയർ മുകളിലേക്ക് വരുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? വി പവർ -2 എന്ന് കിട്ടും. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ നമ്മൾ ഏത് രണ്ട് ടേംസ് അല്ലെങ്കിൽ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു ആസ് പെർ ദി സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തിനനുസരിച്ച് ഒന്ന് കറണ്ട് ആണ്, ഒന്ന് കറണ്ട് ഡെൻസിറ്റി ആണ്. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വോൾട്ടേജ് ആണ്. യെസ്, വോൾട്ടേജ് ആണ് നമുക്ക് കാണാനുള്ളത്. വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണ്. വോൾട്ടേജ് എന്ന് പറയുന്ന ആളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണ്. അല്ലെങ്കിൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കവിടെ കറണ്ടിനെ കണ്ടുപിടിക്കാൻ പറ്റും, റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ നേരത്ത് പണിയാവും. സോ നമുക്കിവിടെ ആപ്റ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻറ്റു ചാർജ് ആണ്. വർക്ക് നമുക്കറിയാം. വർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്കിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിവൈഡഡ് ബൈ ചാർജ് ആണ് അല്ലേ? യെസ്. അപ്പോൾ വർക്കിൽ നോക്കിക്കോളൂ. ഫോഴ്സ് എന്താണ്? വർക്കിൻ്റെ ഇക്വേഷൻ ഞാൻ മാറ്റിയ സമയത്ത് ഫോഴ്സ് എന്ന് പറയുന്നത് എൻ്റെ ഈ പർട്ടിക്കുലർ സിസ്റ്റത്തിലെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. സോ എഫിൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊന്നും വരുത്തേണ്ട കാര്യമില്ല. ഹൈറ്റിൻ്റെ ഞാൻ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ഇങ്ങനെ ഏത് ടേംസ് ആയാലും അതെല്ലാം എന്താണ്? അത് ഉദ്ദേശിക്കുന്നത് എൽ ആണ്. അപ്പോൾ എൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതേ ഉള്ളൂ. എന്താണ് എല്ലിൻ്റെ? ഇത് വി ടി ആണ് അല്ലേ? വി ടി ആണ്. അപ്പോൾ നോക്കിക്കോളൂ, എഫ് വി ടി. എഫ് പവർ 1 വി പവർ 1 ടി പവർ 1 ആണ് നമ്മുടെ വർക്ക്. ഈ ഒരു സിസ്റ്റത്തിനനുസരിച്ച് വർക്കിൻ്റെ ഡയമെൻഷണൽ ഫോർമുല അതാണ്. ചാർജ് പിന്നെ നമുക്കറിയാം ക്യൂ ആണല്ലേ? ചാർജ് എന്ന് പറയുന്നത് ക്യൂ ആണ്. സോ ഇവർ മുകളിലേക്ക് വരുമ്പം എഫ് പവർ 1 വി പവർ 1 ടി പവർ 1 ക്യൂ പവർ -1. ക്ലിയർ ആയോ? ഇതാണ് എന്ത്? ഇതാണ് നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്ന ആളുടെ എന്താ പറയുക ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വണ്ണ് നോക്കാം. റെസിസ്റ്റൻസ് നമുക്കറിയാം വി ബൈ ഐ ആണ്. വോൾട്ടേജ് ബൈ കറണ്ടിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ? റെസിസ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കണേ. അപ്പോൾ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി, ഡയമെൻഷണൽ ഫോർമുല കിട്ടി. സോ അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു, ക്യൂ പവർ -1. നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ബൈ ടൈം ആണ്. സോ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ നമുക്ക് ക്യൂ ടി പവർ -1 എന്ന് കിട്ടും. ക്യൂ ടി പവർ -1 എന്ന് കിട്ടും. സോ ഈ ക്യൂവും ടി പവർ 1ഉം ടി പവർ -1 ഒക്കെ മുകളിലേക്ക് പോകുമ്പോൾ നോക്കിക്കോളൂ, ക്യൂ പവർ -2 അല്ലേ? ഇവൻ മുകളിലേക്ക് ഇവിടെ 1 ആണ്. സോ ഇത് മുകളിലേക്ക് വരുമ്പോൾ -1 ആവും. -1ഉം -1ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടി. എഫ് പവർ 1 വി പവർ 1. ഇവിടുത്തെ -1 മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും. സോ ഓൾറെഡി ഒരു ടി പവർ 1 ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ടി പവർ 1ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ പവേഴ്സ് നമ്മൾ ആഡ് ചെയ്യും. സോ ഇതൊക്കെ ബേസിക് മാത്സ് ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബേസിക് മാത്സിൽ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള പ്ലേലിസ്റ്റിൽ സിംപ്ലിഫിക്കേഷൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ അതാണ്. ആ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ബേസിക് മാത്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഫ്രാക്ഷൻസ്, എക്സ്പോണൻസ്, അതേപോലെ എന്താ പറയുക ഐഡൻറ്റിറ്റീസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഡെസിമൽ നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ്, ഇങ്ങനെയുള്ള അതുപോലെ നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ ഓപ്പറേഷൻസ് അല്ലേ? ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പെർസെൻറ്റേജ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ബേസിക് മാത്സിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂൾ ലെവലിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സെഷൻസ് പോയി നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ പിന്നെയും നമ്മൾ ബേസിക് മാത്സ് ഡിസ്കസ് ചെയ്യാമെന്നാൽ നമ്മുടെ പോർഷൻസ് നമുക്ക് തീർക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ കുറച്ച് ക്വൈറ്റ് എ ബിറ്റ് സ്ലോ ആണ് നമ്മൾ. അതിന് കാരണമുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കുമ്പം നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാനുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ട്രൈ ചെയ്യണം. ഒരുപാട് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താ പറയുക ഐഡിയാസ് പെട്ടെന്ന് കിട്ടുള്ളൂ.
കുറേ ആൾക്കാർ അത് എൻട്രൻസ് എക്സാമിനേഷൻ നമുക്ക് ഭയങ്കര ടഫായി തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏത് കോൺസെപ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഐഡിയ കിട്ടില്ല. കാരണം നമ്മളിപ്പോൾ 2 വർഷം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. സോ പഠിച്ചതിൽ ഏത് കാര്യമാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റനിൽ നമ്മൾ ചില സമയത്ത് ഒരൊറ്റ കോൺസെപ്റ്റ് ആയിരിക്കും അപ്ലൈ ചെയ്യാനുണ്ടാവണേ, ചിലപ്പോൾ മോർ ദാൻ 1 കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാകും. സോ ഏതൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ടാവില്ല. ഇനി അപ്ലൈ ചെയ്യേണ്ടതും നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ടും ഐഡിയ ഉണ്ടാവില്ല. സോ ഇങ്ങനെ ഐഡിയ കിട്ടണമെങ്കിൽ, ഈ ഒരു ഐഡിയ നമുക്ക് കിട്ടണമെങ്കിൽ ആദ്യം നമുക്ക് ആ കോൺസെപ്റ്റിനെ കുറിച്ച് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം. ഈ കോൺസെപ്റ്റ് ഇതാണ്, കോൺസെപ്റ്റ് നമുക്ക് വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പിന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യണം. ഈ ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യണ രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിൽ അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ ആ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുമ്പോൾ, വർക്കൗട്ട് ചെയ്യുമ്പം നമുക്ക് ഐഡിയാസ് സ്ട്രൈക്കായി തുടങ്ങും. ക്ലിയർ ആയോ? യെസ്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് സ്ലോ ആയി പോയാലും കുഴപ്പമില്ല, ഡീറ്റെയിൽഡായിട്ട് കോൺസെപ്റ്റ് കുറച്ചും കൂടെ ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി ഒരുപാട് എക്സാമ്പിൾസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ക്ലിയർ ആയല്ലോ? എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെന്താ പറയുക, ഓരോ എൻട്രൻസ് എക്സാമിനേഷൻസിൽ അവർ ചോദിക്കുന്ന രീതിയിലുള്ള, അതായത് ഇപ്പം നീറ്റിൽ അവർ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ IITയിൽ അവർ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും കുറച്ച് നമ്മുടെ ചാപ്റ്റേഴ്സ്. കാരണം നമുക്കറിയാം നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ്റെ കാര്യം പറയുമ്പം 2-3 ചാപ്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. 2-3 ചാപ്റ്റേഴ്സൊക്കെ 2 അല്ലെങ്കിൽ 1-ലധികം ചാപ്റ്റേഴ്സൊക്കെ മിക്സ് ചെയ്തിട്ടായിരിക്കും. ഫസ്റ്റ് ചാപ്റ്റർ ഒഴിച്ച് ബാക്കി പല ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസും 2-3 നമ്മുടെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ വിട്ടാൽ ബാക്കി ചാപ്റ്റേഴ്സിലൊക്കെ, ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുമ്പോൾ അവർ ഡൈമെൻഷണൽ ഫോർമുലയാണ് കൂടുതൽ ചോദിക്കാറ്. അവിടെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ ആവശ്യം വരും, ഇക്വേഷൻസിൻ്റെ ഒക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് പ്രൊവൈഡ് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ ഒഴിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിൻ്റെ കാര്യങ്ങളും നമ്മൾ നോക്കുമ്പം 2-3 ചാപ്റ്റേഴ്സൊക്കെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 2 ചാപ്റ്ററെങ്കിലും മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും മിക്ക ക്വസ്റ്റ്യൻസും അവർ ചോദിക്കാറ്. സോ അപ്പോൾ നമ്മളൊരു 4-5 ചാപ്റ്റേഴ്സൊക്കെ നമ്മുടെ ഓരോ സബ്ജക്റ്റിലും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ എൻട്രൻസ് എക്സാമിനേഷൻസിന്, അത് നീറ്റ് ആയാലും അല്ലെങ്കിൽ IIT GMAIൻ്റെ ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് അത് കഴിഞ്ഞ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ തൽക്കാലം നമ്മളത് ഡിസ്കസ് ചെയ്യാതിരിക്കണത്. അതായത് നമ്മുടെ IIT GMAIN എൻട്രൻസ് എക്സാമിനേഷൻ ആയാലും അല്ലെങ്കിൽ നീറ്റ് ആയാലും ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും കാര്യത്തിൽ നമ്മുടെ പോർഷൻസ് സെയിം ആണ്, നമ്മുടെ കോൺസെപ്റ്റ്സ് സെയിം ആണ്. ആ ക്വസ്റ്റ്യനിൻ്റെ കോംപ്ലക്സിറ്റിയിലാണ് വ്യത്യാസം. സോ നമുക്ക് ആദ്യം കോൺസെപ്റ്റ്, ഞാൻ പറഞ്ഞു നമ്മൾ ആദ്യം ആവശ്യം എന്താണ്, നമ്മളൊരു എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം ആവശ്യം നമ്മൾ ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ പിന്നെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ക്വസ്റ്റ്യൻസ് വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് പല ലെവൽ ഓഫ് കോംപ്ലക്സിറ്റീസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ ഒരു സെഷൻസിൻ്റെ ചാപ്റ്റേഴ്സിൽ ഓരോ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്ത് പോകുമ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാറുണ്ട്. അത് കൂടാണ്ട് നമ്മൾ നീറ്റിന് വേണ്ടിയിട്ട് മാത്രം അല്ലെങ്കിൽ നമ്മുടെ GMAIന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് എൻട്രൻസ് എക്സാമിനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടില്ല. അത് നമ്മൾ ചെയ്യും. കുറച്ചധികം ചാപ്റ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. അപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? V/I ആണ്. സോ നമ്മുടെ V എന്ന് പറയുന്നത് വോൾട്ടേജ് ആണ്. നമ്മളിവിടെ വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിച്ചു. I നമ്മൾ കുറച്ച് മുമ്പാണ് നമ്മൾ കണ്ടുപിടിച്ചത്, ചാർജ് ബൈ ടൈം ആണ്. സോ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് ചാർജും ടൈമും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. സോ ഞാനത് അപ്ലൈ ചെയ്തു. അതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് കിട്ടി റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ നിങ്ങളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് റെസിസ്റ്റിവിറ്റി റോ. ഓക്കെ, റെസിസ്റ്റിവിറ്റി, ഇലക്ട്രിക് വേണ്ട തൽക്കാലം, റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി നമുക്ക് നോക്കാം. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ റെസിസ്റ്റൻസ് ഇൻറ്റു ഏരിയ ബൈ ലെങ്ത് ആണ്. യെസ്. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോർമുല നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
ഇതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോമുല, അതിപ്പോൾ നമ്മുടെ SI സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിലും അതല്ല ഒരു പുതിയൊരു സിസ്റ്റത്തിൽ ഇങ്ങനെ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റിവിറ്റിയുടെ കാര്യം, ഇപ്പോൾ റെസിസ്റ്റിവിറ്റി ഇത്ര കോമൺ ആയി എൻട്രൻസ് എക്സാമിനേഷന് ഒരു ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഒരുപാട് ടേംസ് ഉണ്ട്. നോക്കിക്കോളൂ, ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ആളുടെ കാര്യം വരുമ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? V/I ആണ്. ഓക്കെ, I നമുക്ക് V എന്ന് പറയുന്നത് എന്താണ്? V എന്ന് പറയുന്നത് W/ ചാർജ് ആണ്. V എന്ന് പറയുന്നത് W/ചാർജ് ആണ്, ഡിവൈഡഡ് ബൈ I ആണ്. നമ്മുടെ SI സിസ്റ്റം ആണെങ്കിൽ I എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായിരിക്കും നമ്മുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇവിടെ വർക്ക് ആയാലും ചാർജ് ആയാലും രണ്ടും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. സോ ഐയിൽ നിന്ന് നമ്മൾ വർക്ക് നമ്മൾ മെക്കാനിക്സിൽ നിന്ന് കണ്ടുപിടിക്കും. ഓക്കെ, പിന്നെ ഐയിൽ നിന്ന് നമ്മൾ ചാർജ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോമുല നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പണിയുണ്ട്. ആദ്യം റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ V/I ആണ്, വിയുടെ ഇക്വേഷൻ W/Q ആണ്. നമ്മൾ ആദ്യം Wയുടെ ഡയമെൻഷണൽ ഫോമുല കണ്ടുപിടിക്കണം, ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോമുല നമ്മൾ കണ്ടുപിടിക്കണം, പിന്നെ I നമുക്കറിയാം. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ നമുക്കിതെല്ലാം ഒന്ന് ചെയ്യാം. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഡയറക്റ്റ് നമുക്കിവിടെ റെസിസ്റ്റൻസിൻ്റെ അപ്ലൈ ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പോൾ എക്സാമിനേഷനിൽ നമ്മളിരുന്ന് ചെയ്യണ സമയത്ത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇരുന്ന് ചെയ്യണ സമയത്ത് നമുക്ക് റെസിസ്റ്റൻസിൻ്റെ കാര്യം നമുക്ക് ബൈഹാർട്ട്, SI സിസ്റ്റം ആണെങ്കിലും നമുക്ക് ബൈഹാർട്ട് അറിയണമെന്നില്ല. ചിലരത് ബൈഹാർട്ട് പഠിക്കുമായിരിക്കും, അത് ബൈഹാർട്ട് പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഈ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പ്രത്യേക തരം ഒരു പുതിയൊരു സിസ്റ്റം തന്നെ സമയത്ത് നിങ്ങളോട് റെസിസ്റ്റൻസ് കാണാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫോളോ ചെയ്യുക നോക്കിക്കോളൂ. റെസിസ്റ്റൻസ് ഞാൻ പറഞ്ഞു നമുക്ക് ആവശ്യം വോൾട്ടേജ് ബൈ കറണ്ട് ആണ്. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ കറണ്ട് എന്ന് പറയുന്നതും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്, വോൾട്ടേജ് എന്ന് പറയുന്നതും ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഞാൻ ആദ്യം കറണ്ട് കണ്ടുപിടിക്കാം. കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടും ചാർജ് ബൈ ടൈമിനെയാണ് ഞാൻ ഉദ്ദേശിക്കണേ? കറണ്ട് എന്ന് ഉദ്ദേശിക്കണേ. അപ്പോൾ കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്തായി? QT ഇൻവേഴ്സ് എന്നായി. സോ എനിക്ക് എന്ത് കിട്ടി? I got the dimensional formula of current, അല്ലേ? കറണ്ടിൻ്റെ ഡയമെൻഷണൽ ഫോമുല കിട്ടി. രണ്ടാമത്തെ ആളാണ് ആര്? V ആണ്. V എന്ന് പറയുമ്പോൾ എന്താണ്? വർക്ക് ബൈ ചാർജ് ആണ്. V എന്ന് പറയുന്നത് വർക്ക് ബൈ ചാർജ് ആണ്, ചാർജ് Q ആണ്. ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ Q എന്ന് പറയുന്നത് എന്താണ്? Q എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണ്, അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എനിക്ക് വർക്കാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ വർക്കിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ എന്താണ്? വർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ ചാർജ്. ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ബേസ് ക്വാണ്ടിറ്റി ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോഴ്സ് എന്നതിന് പകരം വേറെ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവുക. ഫോഴ്സ് എന്നുള്ളതിന് പകരം ചിലപ്പോൾ വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റി ആയിരിക്കാം തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ ഫോഴ്സിന് പകരം അവർ മൊമെൻറ്റം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഫോഴ്സിന് പകരം അവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുള്ളത് മൊമെൻറ്റം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മൊമെൻറ്റം ആണെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിലെ ബേസ് ക്വാണ്ടിറ്റി ഫോഴ്സ് ആണ്. ഇൻ കേസ് ഫോഴ്സിന് പകരം നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി അവർ മൊമെൻറ്റം എന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഹൗ ഡു വി ഫൈൻഡ് ദ ഡയമെൻഷണൽ ഫോമുല ഓഫ് ഫോഴ്സ്? നോക്കിക്കോളൂ. മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? mv ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഡയമെൻഷണൽ ഫോമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റണമെങ്കിൽ യെസ്, നിങ്ങൾക്ക് എന്തറിയണം? നിങ്ങൾക്ക് ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ഓരോരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെയും ഇക്വേഷൻ എന്താണെന്ന് അറിയണം. മനസ്സിലായല്ലോ? യെസ്. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ mv ആണ്, ഫോഴ്സിൻ്റെ ഇക്വേഷൻ m ആണ്. മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? mv ആണ്, ഫോഴ്സിൻ്റെ ഇക്വേഷൻ ma ആണ്. നോക്കിക്കോളൂ, ഇവിടെ എനിക്ക് m ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ v ആണ്, ഫോഴ്സിൻ്റെ അവിടെ വന്നപ്പം a ആയി, അതാണ് എൻ്റെ പ്രശ്നം. നോക്കിക്കോളൂ, ഇവിടെ ഈ വിയിൽ നിന്ന് എ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വിയിൽ നിന്ന് എ എങ്ങനെ കണ്ടുപിടിക്കാം? v ഡിവൈഡഡ് ബൈ ടി ആണ്. v ഡിവൈഡഡ് ബൈ ടി ആണ് എൻ്റെ എ എന്ന് പറയുന്ന ആൾ. അപ്പം ഞാൻ ഈ mvനെ ഞാൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഫോഴ്സ് കിട്ടും. ഇറ്റ് മീൻസ് എന്താണ്? മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് ആര്? മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം ആണ് ഫോഴ്സ്. അപ്പം മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ബേസ് ക്വാണ്ടിറ്റി ആണ്. സോ m, ആ എമ്മിനെ ഞാൻ ടി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? mt ഇൻവേഴ്സ് എന്ന് കിട്ടും.
അപ്പോൾ മൊമെൻറ്റം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബേസ് ക്വാണ്ടിറ്റി ആണെങ്കിൽ അതിൽ നിന്ന് ഞാൻ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കാണും? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടും. ക്ലിയർ ആയല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. എക്സാമിനേഷനിൽ അവർ ഏത് രീതിയിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു സ്റ്റാൻഡേർഡ്സ് തരിക, സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് തരിക എന്നുള്ളത് അത് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യണ ആളുടെ അല്ലെ അയാളുടെ ഒരു മനസ്സ് പോലെ ആയിരിക്കും. പല രീതിയിൽ അയാൾ തരും. ഏത് ക്വാണ്ടിറ്റീസ് തന്നാലും എങ്ങനെ തന്നാലും നമുക്ക് അതിൽ നിന്ന് വേറൊരു നമുക്ക് അവർ തരുന്ന ക്വാണ്ടിറ്റീസ് എല്ലാം ആ ക്വാണ്ടിറ്റിയിൽ നിന്ന് നമുക്ക് വേറെ ആവശ്യമുള്ള ക്വാണ്ടിറ്റീസ് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റീസ് ആയിരിക്കും അവർ നമുക്ക് തന്നത്. പക്ഷെ അത് എങ്ങനെ ഡിറൈവ് ചെയ്യും എന്നുള്ളത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? യെസ്, നമുക്ക് എന്ത് തറവായിരിക്കണം? വി ഷുഡ് ബി തറവ് വിത്ത് അവർ ഇക്വേഷൻസ്. നമ്മുടെ ഇക്വേഷൻസിൽ നമ്മൾ തറവായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഫോഴ്സ് കുഴപ്പമില്ല, ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ അങ്ങനെ എനിക്ക് എന്ത് കിട്ടും? വെലോസിറ്റി ഇൻറ്റു ടൈം. വി ടി ഇൻവേഴ്സ് ക്യൂ ഇൻവേഴ്സ് ആണ് ആരുടെ? എൻ്റെ വോൾട്ടേജിൻ്റെ. അപ്പോൾ വോൾട്ടേജ് കിട്ടി, കറണ്ട് കിട്ടി. ഇനി എനിക്ക് ആരാണ് കണ്ടുപിടിക്കാനുള്ളത്? റെസിസ്റ്റൻസ് ആണ്. നോക്കിക്കോളൂ, റെസിസ്റ്റൻസ് ആറാണ്, വോൾട്ടേജ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഞാൻ എന്ത് കാണുന്നു? കറണ്ട് കാണുന്നു. ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഉണ്ട്, ക്യൂ പവർ -2 വി ടി പവർ 2. ഇതാണ് ആരുടെ ഡയമെൻഷണൽ ഫോർമുല? റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇവിടെ ഏരിയ ആണ്, ഇവിടെ ലെങ്ത് ആണ് അല്ലേ? ചില പിള്ളേർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഓക്കെ മുകളിൽ ഏരിയ ആണ്, അപ്പോൾ മുകളിൽ ഏരിയ ആണ്, അപ്പോൾ ആദ്യം വെലോസിറ്റി ടൈം ഉണ്ട്, അതിൽ നിന്ന് എല്ലിൻ്റെ ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണും. എന്നിട്ട് ഏരിയ എന്ന് പറയുമ്പോൾ L² ആണ്, സോ അത് കാണും. എന്നിട്ട് ലെങ്ത്തിൻ്റെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഏരിയ എന്ന് പറയുന്നത് L² ആണ്, ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ മുകളിൽ എന്ത് കിട്ടും? L കിട്ടും. അപ്പോൾ നമ്മളിനി എന്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല മാത്രം കണ്ടുപിടിച്ചാൽ മതി? എല്ലിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് L² ആവശ്യമില്ല. അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഏതെങ്കിലും ടേംസിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അത്തരം ടേംസിനെ ക്യാൻസൽ ചെയ്ത് പോകണം. ക്ലിയർ അല്ല? നമ്മുടെ കാൽക്കുലേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു, ഏരിയയുടെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു, ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിച്ചു, എന്നിട്ട് നമ്മളത് സോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആൻസറിൽ വ്യത്യാസമൊന്നും വരില്ല, രണ്ടും സെയിം ആണ്. ഇവിടെ നമ്മൾ ഇത് രണ്ടും ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്ത് സോൾവ് ചെയ്താലും, ഇനി അങ്ങനെ ചെയ്യാതെ സെപ്പറേറ്റ് ആയി ചെയ്ത് പിന്നെ ലാസ്റ്റ് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. പക്ഷേ ആദ്യമേ തന്നെ നമ്മൾ കട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് കുറച്ചും കൂടെ നമുക്ക് കുറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയും കൂടുതൽ സമയം നമുക്ക് വേറെ പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്കിനി എന്താണ് ആവശ്യം? ഒരു എല്ലും കൂടെ നമുക്ക് ആവശ്യമുള്ളൂ അല്ലേ? ഒരു എല്ലും കൂടെ നമുക്ക് ആവശ്യമുള്ളൂ. സോ നോക്കിക്കോളൂ, ഇതാണ് എൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഡയമെൻഷണൽ ഫോർമുല. അതിൻ്റെ കൂടെ എനിക്ക് ഒരു L വേണ്ടത്. L എന്ന് പറയുമ്പോൾ അതെന്താണ്? വി ടി ആണ്. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? എഫ് ക്യൂ പവർ -2 v² t³. ഇതാണ് ആരുടെ ഡയമെൻഷണൽ ഫോർമുല? റെസിസ്റ്റിവിറ്റി, റോഡ് ഡയമെൻഷണൽ ഫോർമുല. ക്ലിയർ ആയോ? അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്ക് കാണാൻ പറ്റും റെസിസ്റ്റിവിറ്റി. ഇത് ക്ലിയർ ആയല്ലോ? ഈ ഒരു സിസ്റ്റത്തിൽ റെസിസ്റ്റിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല? യെസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ മെക്കാനിക്സും നമ്മുടെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ച് മെക്കാനിക്സും അതേപോലെ കുറച്ച് തെർമോഡൈനാമിക്സിലെ കുറച്ച് കാര്യങ്ങളും കൂടെ മിക്സ് ചെയ്ത് അതിലത്തെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. യെസ്, നമുക്ക് ഏത് കൊടുക്കാം?
നമുക്ക് ഫോഴ്സ് കൊടുക്കാം. ഓക്കെ, നമുക്ക് ടൈം കൊടുക്കാം. നമുക്ക് വെലോസിറ്റി കൊടുക്കാം. പിന്നെ എന്ത് കൊടുക്കാം? നമുക്കൊരു കാര്യം ചെയ്യാം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കൊടുക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ജനറലി തെർമോഡൈനാമിക്സിൽ നമ്മൾ പറയുമ്പം നമ്മുടെ ബേസ് ക്വാണ്ടിറ്റീസ്, മെക്കാനിക്സിലെ ക്വാണ്ടിറ്റീസ് ഉണ്ട്, എൽ എം ഒക്കെ ഉണ്ട്. അത് കൂടാണ്ട് നമുക്ക് തെർമോഡൈനാമിക്സിലുള്ളതാണ് ഒന്ന് ടെമ്പറേച്ചർ അല്ലേ, ഒന്ന് ടെമ്പറേച്ചർ കെ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യണത് എന്താണ്? ഒന്ന് കെ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ ടൈം ഉണ്ട്. യെസ്, ടെമ്പറേച്ചർ നമ്മുടെ തെർമോഡൈനാമിക്സിൽ വരുന്ന നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി അതാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ, പുതിയ സിസ്റ്റത്തിൽ നോക്കിക്കോളൂ, നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി തെർമോഡൈനാമിക്സിൽ നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഇതിനെ ഞാൻ എസ് എന്ന് കൊടുക്കുവാണ്. എൻ്റെ വെലോസിറ്റി വി ആണ്, ഫോഴ്സ് എഫ് ആണ്, ടൈം ടി ആണ്. ക്ലിയർ ആയോ? യെസ്, ഒരു കാര്യം ചെയ്ത് ഞാൻ റെഡിൽ എഴുതാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇതൊക്കെ എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ അതിൻ്റെ ആ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യണ സമയത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓക്കെ, യെസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് ഡയമെൻഷണൽ അനാലിസിസ്. അതിൽ അവർ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് വെലോസിറ്റി ആണ്, വി എന്ന് കൊടുക്കാം. പിന്നെ ഒരെണ്ണം ഫോഴ്സ് ആണ്, എഫ് എന്ന് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, ടെമ്പറേച്ചർ. യെസ്, ടെമ്പറേച്ചറിൻ്റെ കാര്യം പറയുമ്പോൾ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നോക്കിക്കോളൂ. ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അതായത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷനാണ് ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ. ഓക്കെ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷനാണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു ഹീറ്റ് എനർജി ഡിവൈഡഡ് ബൈ മാസ് ഇൻറ്റു ടെമ്പറേച്ചർ. എനിക്കിവിടെ ആവശ്യം ടെമ്പറേച്ചറാണ്. സോ ഞാൻ എന്ത് ചെയ്തു? ടെമ്പറേച്ചറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. ക്ലിയർ ആയല്ലോ? എനിക്ക് എന്താണ് കണ്ടുപിടിക്കാനുള്ളത്? ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എൻ്റെ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, ടൈം ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, തൊട്ട് മുമ്പത്തെ എക്സാമ്പിളിൽ നമ്മൾ വെലോസിറ്റി ആണ് യൂസ് ചെയ്തത്. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, ആക്സിലറേഷൻ ആക്കാം. ആക്സിലറേഷനും ഇവിടെ വേണമെങ്കിൽ തൽക്കാലം മൊമെൻറ്റം ആക്കാം. മൊമെൻറ്റം, ഫോഴ്സിന് പകരം നമുക്ക് മൊമെൻറ്റം എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ആക്സിലറേഷൻ എന്ന് കൊടുക്കാം. ഓക്കെ, യെസ്, നമ്മൾ വെലോസിറ്റിയും ഫോഴ്സ് ചെയ്തല്ലോ. ഈ ഒരു രീതിയിലൊന്ന് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നോക്കിക്കോളൂ, ഞാൻ എൻ്റെ ഹീറ്റ് എനർജിയിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ഹീറ്റ്. ഇതിലിപ്പോൾ എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷനിൽ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിനനുസരിച്ച് ബേസ് ക്വാണ്ടിറ്റി എന്ന് പറയാൻ എനിക്ക് കിട്ടിയത് അവൈലബിൾ ആയിട്ടുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാത്രമാണ്. അല്ലേ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എനിക്ക് ബേസ് ക്വാണ്ടിറ്റി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കി രണ്ടും മാസ്സായാലും ഹീറ്റ് എനർജി ആയാലും എനിക്ക് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. സോ ഞാൻ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണം. ഞാൻ ഐ ആം സ്റ്റാർട്ടിങ് വിത്ത് ഹീറ്റ് എനർജി. ഓക്കെ, ഏത് ഫോം ഓഫ് എനർജി ആയാലും, ഓക്കെ, അതിപ്പം ഹീറ്റ് എനർജി ആയാലും അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക പൊട്ടൻഷ്യൽ എനർജി ആയാലും എന്ത് തന്നെ ആയാലും അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല സെയിം ആണ്. നമുക്ക് പറയാം ഹീറ്റ് എനർജി എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാണ്? വർക്കിന് ഈക്വലാണ്. ഓക്കെ, എനർജി ഈസ് ഓൾവേസ് ഈക്വൽ ടു വർക്കാണ് അല്ലേ? ദി എനർജി ടു ഡു വർക്കിന്
അതായത് എനർജി ടു ഡു അല്ല, ദി കപ്പാസിറ്റി ടു ഡു വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. സോ എനർജി എന്ന് പറയുന്നത് വർക്കിന് എപ്പോഴും ഈക്വൽ ആണ്. സോ വർക്ക് നമുക്കറിയാം, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിൽ നമുക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു, ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ബേസ് ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് ഫോഴ്സ് ഇല്ല, പകരം നമുക്ക് മൊമെൻറ്റം ഉണ്ട്. ഫോഴ്സും മൊമെൻറ്റവും തമ്മിൽ നമ്മളൊരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്തായിരുന്നു അല്ലേ. ഒന്നും കൂടെ പറയാം, മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, എം വി ആണ്. ഫോഴ്സ് എന്ന് പറയുന്നത് എം എ ആണ്. രണ്ടിലും എം സെയിം ആണ്. ഈ വി ഫോഴ്സിലെത്തിയപ്പം എ ആയി. അപ്പോൾ വിയും എയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വി ഡിവൈഡഡ് ബൈ ടി ഈസ് അവർ എ. വി ഡിവൈഡഡ് ബൈ ടി ഈസ് അവർ എ. സോ എനിക്കിത് ചുരുക്കി എന്ത് പറയാം, മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടി ആണ് ഫോഴ്സ് എന്ന് പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഫോഴ്സ് ഞാൻ കണ്ടുപിടിച്ചു എം ടി ഇൻവേഴ്സ്. ഫോഴ്സ് ഞാൻ കണ്ടുപിടിച്ചു എം ടി ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഇവിടുത്തെ ബേസ് ക്വാണ്ടിറ്റി അല്ല, ഇവിടുത്തെ ബേസ് ക്വാണ്ടിറ്റി ആക്സിലറേഷൻ ആണ്. ടൈം വേറൊരു ബേസ് ക്വാണ്ടിറ്റി ആണ്. സോ ഇനി എനിക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ആക്സിലറേഷനും ടൈമും മോർ ദാൻ ഇനഫ് ആണ്. എനിക്കറിയാം ആക്സിലറേഷൻ ഇൻറ്റു ടൈം ചെയ്താൽ വെലോസിറ്റി കിട്ടും, ഒരു പ്രാവശ്യം കൂടെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും. സോ എൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ആളുടെ ഡയമെൻഷണൽ ഫോമുല എന്താണ്, എ ടി സ്ക്വയർ ആയി അല്ലേ. അപ്പോൾ എൻ്റെ ഹീറ്റ് എനർജിയുടെ ഡയമെൻഷണൽ ഫോമുല എന്തായിരിക്കും, എം. ഈ എം എന്ന് പറയുന്നത് മാസ് അല്ല, മൊമെൻറ്റം ആണ്. മൊമെൻറ്റത്തിനാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ എം എന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ -1 ആണ്, ഇവിടെ 2 ആണ്. ഇത് അതേപോലെ ഈ എ എന്ന് പറയുന്നത് കറണ്ട് അല്ല, ആക്സിലറേഷൻ ആണ്. ഇവിടെ എനിക്ക് എന്ത് കിട്ടും, ടി പവർ 1. അപ്പോൾ എം പവർ 1, എ പവർ 1, ടി പവർ 1 ആണ് ആരുടെ ഡയമെൻഷണൽ ഫോമുല, എൻ്റെ ഹീറ്റ് എനർജിയുടെ ഡയമെൻഷണൽ ഫോമുല. ക്ലിയർ ആയോ? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എനിക്കറിയാം, യെസ് അറിയാം. ഞാൻ ഇനി ആരെ കൂടെ കണ്ടുപിടിക്കാനുണ്ട്, മാസിനെ കൂടെ കണ്ടുപിടിക്കാനുണ്ട്. നോക്കിക്കോളൂ, മാസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും. മാസ് കണ്ടുപിടിക്കാനുള്ളൊരു ഇക്വേഷനാണ്. മൊമെൻറ്റം എന്ന് പറയുന്നത് എന്താണ്, മൊമെൻറ്റം എന്ന് പറയുന്നത് എം വി ആണ് അല്ലേ. ഓക്കെ, മൊമെൻറ്റം എനിക്ക് ക്വസ്റ്റ്യനിലെ ഒരു ബേസ് ക്വാണ്ടിറ്റി ആണ്. കാര്യം വെലോസിറ്റി ബേസ് ക്വാണ്ടിറ്റി അല്ല, പക്ഷേ എനിക്ക് ആക്സിലറേഷൻ ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ ആരെ കിട്ടി, എനിക്ക് വെലോസിറ്റി കിട്ടി. ഇനി എം കണ്ടുപിടിക്കുക എന്നുള്ളത് ഈസിയാണ്. മാസ് ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു എം എ ഇൻവേഴ്സ് ടി ഇൻവേഴ്സ്. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മുടെ ഇവിടെ എന്തൊക്കെയായി, നമ്മുടെ ഹീറ്റ് എനർജി എം പവർ 1, എ പവർ -1, സോറി ഇവിടെ പ്ലസ് ആണല്ലേ, ടി പവർ 1 ഡിവൈഡഡ് ബൈ എം എ പവർ -1, ടി പവർ -1. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി യെസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, രണ്ടിലും എം ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്. സോ അവർ രണ്ടുപേരും ക്യാൻസൽ ആവും, മൊമെൻറ്റത്തിൻ്റെ പവറും സെയിം ആണ്, +1 ആണ്. ഈ -1 മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും, സോ എ സ്ക്വയർ. ടി മുകളിലേക്ക് വരുമ്പോൾ പ്ലസ് ആവും, സോ അതേപോലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ യെസ്. അപ്പോൾ ടെമ്പറേച്ചറിൻ്റെ ഡയമെൻഷണൽ ഫോമിൽ എന്താണ് നമുക്ക് കിട്ടിയത്, ആക്സിലറേഷൻ സ്ക്വയർ, ടൈം സ്ക്വയർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ക്ലിയർ ആയോ? യെസ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ നോക്കാം. ലേറ്റൻ്റ് ഹീറ്റ്. ലേറ്റൻ്റ് ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റ് എനർജി ബൈ മാസ് ആണ്. ഹീറ്റ് എനർജി ബൈ മാസ് ആണ് അല്ലേ. ഹീറ്റ് എനർജി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ, നമ്മൾ ആ കണ്ടുപിടിച്ച അതേ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുമ്പം എം പവർ എ പവർ 1, ടി പവർ 1 കിട്ടും അല്ലേ. ഡിവൈഡഡ് ബൈ മാസും നമ്മൾ കണ്ടുപിടിച്ചല്ലോ, മൊമെൻറ്റവും നമ്മുടെ ആക്സിലറേഷനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചപ്പം എം പവർ 1, എ പവർ -1, ടി പവർ -1 ആണ്. എമ്മും എമ്മും ക്യാൻസലാവും, എ സ്ക്വയർ ടി സ്ക്വയർ ആണ് എന്ത്, നമ്മുടെ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ. എ സ്ക്വയർ ടി സ്ക്വയർ ആണ് എന്ത്, നമ്മുടെ -1 ആണ്. യെസ് മുകളിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. അപ്പോൾ നമ്മുടെ ലേറ്റൻ്റ് ഹീറ്റിൻ്റെ ഡയമെൻഷണൽ ഫോമുല എന്താണ്, എ സ്ക്വയർ ടി സ്ക്വയർ. ക്ലിയർ ആയോ? യെസ്. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ ചെയ്യാം. തേർമൽ കണ്ടക്ടിവിറ്റി.
ഓക്കെ, നമുക്കൊരു എക്സാമ്പിളും കൂടെ ചെയ്യാം. തേർമൽ കണ്ടക്ടിവിറ്റി. യെസ്, equation heat energy into thickness divided by area into temperature into time. ഓക്കെ, യെസ്. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ, ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഹീറ്റ് എനർജി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാണ് കാര്യം, ഞാനത് റബ്ബ് ചെയ്തെങ്കിലും ഇവിടെ താഴത്തുണ്ട് അല്ലേ, ഇവിടെ നമുക്കുണ്ട്. ഇനി തിക്നെസ് ഉണ്ട്. ഇപ്പോൾ തിക്നെസ്, ലെങ്ത്, ബ്രെഡ്ത്ത്, അതൊക്കെ അതിൻ്റെയൊക്കെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ തിക്നെസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലെങ്ത്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് അല്ലേ, ഇങ്ങനെയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഡയമെൻഷണൽ ഫോർമുല ലെങ്ത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ നമുക്കിവിടെ എല്ലിൻ്റെ ഡയമെൻഷണൽ ഫോർമുല നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ സ്ക്വയർ എടുത്താൽ മതി. എല്ല് കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ എടുത്താൽ മതി. ടെമ്പറേച്ചർ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് കാണാം? ടെമ്പറേച്ചർ കാണാം. ടൈം ഓൾറെഡി നമുക്ക് എന്താണ്? നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഈ ഹീറ്റ് എനർജിയും അതേപോലെ ടെമ്പറേച്ചറൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എക്സാമിനേഷനിൽ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ തന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം അതൊക്കെ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുക. ഓക്കെ, നോക്കിക്കോളൂ. ഇവിടെ അതേപോലെ നമ്മൾ തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്ത ആ എക്സാമ്പിൾ പോലെ മുകളിൽ നമുക്ക് തിക്നെസ് ആണ്, താഴെ നമുക്ക് L² ആണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ആകുമ്പോൾ നമുക്ക് താഴെ ഒരു L കിട്ടും. സോ നമ്മൾ Lൻ്റെ ഡയമെൻഷണൽ ഫോർമുല മാത്രം കണ്ടുപിടിച്ചാൽ മതി, പ്രത്യേകിച്ച് ഏരിയയുടെ നമുക്ക് കാണേണ്ടതില്ല. സോ ഇവിടെ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള വാല്യൂസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. നോക്കിക്കോളൂ. ഹീറ്റ് എനർജിയാണ് m⁻1 a⁻1 t⁻1. പിന്നെ തിക്നെസ് ആണ്, ഞാനത് എഴുതണില്ല. പിന്നെ എനിക്ക് എന്താണ്? ഏരിയയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു മുകളിലത്തെ തിക്നെസ്സും ഏരിയയും ക്യാൻസലായി അവിടെ നമുക്ക് L എന്നാണ് കിട്ടിയത്. Lൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണ്? a⁻1 t² ആണ്. സോ അതിൽ തീരുമാനമായി. ഇനി ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ ഇവിടെ കണ്ടുപിടിച്ചതുണ്ട്. a² t² s⁻−1 ഇൻറ്റു ടൈമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം മാറ്റുവാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ m ഉണ്ട്. സോ ഞാൻ m എഴുതി. ഇവിടെ ഒരു a⁻1 ഉണ്ട്, ഇവിടെ ഒരു a⁻1 ഉണ്ട്. സോ അത് ക്യാൻസലായി. ഈ a² മുകളിലേക്ക് വരുമ്പം a⁻−2 ആയി. ഈ s⁻−1 മുകളിലേക്ക് വരുമ്പം അത് s ആയി. ഇനി ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു t², ഇവിടെ ഒരു t⁻1 ഉണ്ട്, ഇവിടെ ഒരു t⁻1 ഉണ്ട്. അത് രണ്ടും ക്യാൻസലാവും. ഇവിടെ നമുക്ക് എന്ത് കിട്ടും? t⁻−2 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് എന്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കിട്ടി? തേർമൽ കണ്ടക്ടിവിറ്റിയുടെ ഈ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ മൊമെൻറ്റം, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, ടൈം ആൻഡ് ആക്സിലറേഷനെ ബേസ് ക്വാണ്ടിറ്റീസ് ആയി ചൂസ് ചെയ്തിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് തേർമൽ കണ്ടക്ടിവിറ്റിയുടെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? യെസ്. സോ മതി. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? നമ്മുടെ മെക്കാനിക്സിൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയി തോന്നുന്ന കുറച്ച് ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെൻറ്റം, 2-3 രീതിയിൽ നമ്മൾ എനർജി വർക്ക് നമ്മൾ സ്റ്റാൻഡേർഡായി എടുത്തിട്ട് അല്ലെങ്കിൽ ഫോഴ്സിനെ എടുത്തിട്ട് വെലോസിറ്റീനെ എടുത്തിട്ട് ആക്സിലറേഷൻ എടുത്തിട്ടൊക്കെ നമ്മൾ എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്തു. അതേപോലെ ഇപ്പോൾ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്? മെക്കാനിക്കലിനുള്ള കുറച്ച് ടേംസ്, അതായത് നമ്മുടെ ടൈം, വെലോസിറ്റി, ഫോഴ്സ് അല്ലെങ്കിൽ മൊമെൻറ്റം, അതിനെ ബേസ് ക്വാണ്ടിറ്റീസ് ആയിട്ട് എടുത്ത് ആ കൂട്ടത്തിൽ ഇലക്ട്രിക്കലിലുള്ള ഏതെങ്കിലും ഒരു ഫാക്ടർ, ഞാൻ ചാർജാണ് എടുത്തത്. നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിനേഷനിൽ അവർ ചാർജ് എടുക്കണമെന്നില്ല, ചിലപ്പോൾ വോൾട്ടേജ് എടുക്കും. ഒരു വോൾട്ടേജ് ആയിരിക്കാം ചിലപ്പോൾ എടുക്കുന്നത്. അവരങ്ങനെ വോൾട്ടേജ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? യെസ്, ആ ഒരു വോൾട്ടേജിനെ സ്റ്റാൻഡേർഡാക്കി എടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ നമ്മൾ ടെമ്പറേച്ചറിന് നമ്മുടെ തെർമോഡൈനാമിക്സിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ? തെർമോഡൈനാമിക്സിൽ നമ്മൾ യൂഷ്വലി ടെമ്പറേച്ചറാണ് നമ്മുടെ ബേസ് ക്വാണ്ടിറ്റി. പക്ഷേ ഞാൻ ഈ ഒരു സിസ്റ്റത്തിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റീനെയാണ് ഞാൻ ബേസ് ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തത്. ചിലപ്പോൾ അവർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിക്ക് പകരം ലേറ്റൻറ്റ് ഹീറ്റ് തരാം.
ലേറ്റൻറ്റ് ഹീറ്റ് അവർ തന്നിട്ട് ആ ഒരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ തേർമൽ കണ്ടക്ടിവിറ്റീനെ ഒരു ബേസ് ക്വാണ്ടിറ്റി ആയി തന്നിട്ട് ആ രീതിയിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മൾ കറണ്ടിൻ്റെ കാര്യവും പറഞ്ഞല്ലോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഞാനിവിടെ ചാർജാണ് തന്നത്, നിങ്ങളോട് അവർ വോൾട്ടേജ് ആയിരിക്കാം തരിക. ചിലപ്പോൾ അവർ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് തരാം, അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി തരാം. അങ്ങനെ പല ക്വാണ്ടിറ്റീസ് അവർ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് തന്നിട്ട് നിങ്ങളോട് അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ അത് ചോദിച്ചാൽ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. യെസ്, ക്ലിയർ ആയില്ല, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് ചോദിച്ചാൽ മതി. നമുക്കവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണതാണെങ്കിൽ അവിടെ ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്കത് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ഇനി നമ്മൾ നീറ്റിൻ്റെ അതായത് നമ്മുടെ മെഡിസിനുള്ള എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ആ ഒരു പർട്ടിക്കുലർ എൻട്രൻസിൻ്റെ സ്റ്റാൻഡേർഡിൽ നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യണ സമയത്ത് ഇനിയും അതേപോലെ മെയിനിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണ സമയത്ത് ഇനിയും ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ആ സെഷൻസിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ബേസിക്കായിട്ട് നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മെയിനിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവർക്ക് ബേസിക്കായി അവർ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ തറവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യെസ്, ഇതിനപ്പുറത്തേക്ക് ഒരു മോഡലിൽ അവർ ക്വസ്റ്റ്യൻ ചോദിക്കാനില്ല. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ക്വാണ്ടിറ്റീസിലായിരിക്കും അവർ വേരിയേഷൻസ് വരുത്തുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഞാൻ ചാർജാണ് പറഞ്ഞ്, അവർ ചിലപ്പോൾ റെസിസ്റ്റൻസ് ആക്കാം, വോൾട്ടേജ് ആക്കാം, റെസിസ്റ്റിവിറ്റി ആക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അതേപോലെ ഞാൻ ടെമ്പറേച്ചറില്ല, ഞാൻ എടുത്തത് എന്താണ്, ഞാൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയാണ് ഞാൻ എടുത്തത്. ചിലപ്പോൾ അവരെന്ത് തരും, ചിലപ്പോൾ അവർ ഹീറ്റ് എനർജി ആയിരിക്കാം അവരെന്തായിട്ട് എടുക്കുന്നത്, സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത്. അല്ലെങ്കിൽ ചില സമയത്ത് അവരെന്തെടുക്കാം, അവർ ലേറ്റൻറ്റ് ഹീറ്റ് എടുക്കാം, അല്ലെങ്കിൽ അവർ കണ്ടക്ടിവിറ്റി എടുക്കാം, അല്ലേ? അങ്ങനെ ആ ഒരു രീതിയിലായിരിക്കാം അവർ എന്താണ് പറയുക സ്റ്റാൻഡേർഡ് ഡയമെൻഷൻസ് അവർ ചൂസ് ചെയ്യുന്നത്. ഏത് ചൂസ് ചെയ്താലും നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ഫോമാറ്റ് അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പം നമ്മൾ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ആദ്യം കുറച്ച് ബേസിക്കായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അല്ലേ? യൂണിറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു യൂണിറ്റിലുള്ള ഒരു വാല്യൂവിനെ വേറൊരു യൂണിറ്റിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫ്രം സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ യൂണിറ്റ് കൺവേർഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് പോലും ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏത് യൂണിറ്റിനെയും അതിൻ്റെ ആ ഒരു കൺവേർഷൻ ഫാക്ടർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇപ്പം 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ എന്ന് പറയുന്ന ആ ഒരു കൺവേർഷൻ ഫാക്ടർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിറ്ററിൽ തന്നതിനെ മില്ലി ലിറ്ററിലേക്കും മില്ലി ലിറ്ററിനെ തന്നതിനെ ലിറ്ററിലേക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ചില സമയത്ത് നമുക്ക് ഇപ്പം മില്ലി ലിറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. വേറെ ഏതെങ്കിലും ഒരു യൂണിറ്റും അതേപോലെ ലിറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാമെന്ന് വിചാരിക്കുക. വേറെ ഏതെങ്കിലും എക്സ് എന്ന് പറയുന്ന ഒരു യൂണിറ്റിനും ആ ഒരു യൂണിറ്റും ഈ ലിറ്ററും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയാം. നമുക്ക് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ ചിലപ്പോൾ മില്ലി ലിറ്ററിൽ തന്നിട്ട് ആ എക്സിലായിരിക്കാം നമുക്ക് എക്സ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിലായിരിക്കാം കണ്ടുപിടിക്കാനുണ്ടാവുക, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നിട്ട് മില്ലി ലിറ്ററിലായിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു സെൻറ്റർ പോയിന്റ് എടുത്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനാണെങ്കിലും, അല്ലേ? അതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതായത് മില്ലി ലിറ്റർ ടു ലിറ്റർ കണക്ഷൻ അറിയാം, എക്സ് ടു ലിറ്റർ കണക്ഷൻ അറിയാം. അപ്പോൾ നമ്മൾ മില്ലി ലിറ്റർ ടു എക്സിൻ്റെ റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ യൂണിറ്റ് കൺവേർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം നിങ്ങൾക്ക് ആ സെഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, യൂണിറ്റ് കൺവേർഷനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആൾ പോലും ആ സെഷൻ കണ്ടു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് യൂണിറ്റ് കൺവേർഷൻ ഫാക്ടർ മാത്രം അറിഞ്ഞാൽ മതി, അവർക്ക് ഈസി ആയിട്ട് യൂണിറ്റ്സ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തത് അതായിരുന്നു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാരലാക്സ് മെത്തേഡാണ്. പാരലാക്സ് മെത്തേഡ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ അധികം ഇപ്പോൾ യൂണിറ്റ് കൺവേർഷൻ നമുക്ക് എക്സാമിനേഷനിൽ നമ്മളോട് അവർ ഡയറക്റ്റായിട്ട് ഒരു യൂണിറ്റിൽ നിന്ന് ഇന്ന യൂണിറ്റിലേക്ക് മാറ്റുക എന്ന് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷനിൽ ചോദിക്കില്ല. പക്ഷേ നമുക്കത് ആവശ്യം വരും. അത് ഫിസിക്സിലായാലും കെമിസ്ട്രിയിലായാലും നമുക്കത് ആവശ്യം വരും, അല്ലെങ്കിൽ ഇപ്പം മാത്സിലായാലും നമുക്കത് എന്ത് വരും, ആവശ്യം വരും. ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇൻഡയറക്റ്റായിട്ട് ചിലപ്പോൾ
ചിലപ്പോൾ നമുക്ക് കിലോഗ്രാമിൽ തന്നിട്ട് ഗ്രാമിലേക്ക് മാറ്റാനുണ്ടാവാം, ഗ്രാമിൽ തന്നിട്ട് ചിലപ്പം ടണ്ണിലേക്ക് അങ്ങനെ പല യൂണിറ്റ്സിലേക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻസിൽ അങ്ങനത്തെ യൂണിറ്റ് കൺവേർഷൻ നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാനുണ്ടാവും. ഈ പാരലാക്സ് മെത്തേഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മളത് പഠിച്ചു, നമ്മളത് ഡിസ്കസ് ചെയ്തു. എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മളങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു ഏരിയ ആണ്. ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നമുക്കത് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് അത് പഠിപ്പിച്ചു പോയത്. പിന്നെ നമ്മുടെ ആ ജി മെയിൻ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, ആ എക്സാമിനേഷനിൽ നമ്മൾ ഈ ഒരു പാരലാക്സ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അധികം കണ്ടിട്ടില്ല. ഓക്കെ, പിന്നെയും നമ്മുടെ നീറ്റിലാണ് കണ്ടിട്ടുള്ളത്. അതും എല്ലാ ഇയേഴ്സിലും ആ ഒരു ഇതിൽ നിന്ന് മിനിമം ഒരു ക്വസ്റ്റ്യനെങ്കിലും ഉണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ യെസ്, എനിവേസ് നമുക്കറിയാം നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കാണ്. സോ അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആക്കി പോയിന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എറേഴ്സ്, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. റാൻഡം എറർ, സിസ്റ്റമാറ്റിക് എറർ, അങ്ങനെ കുറേ എറേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് നമ്മൾ ഓരോന്ന് കണ്ടുപിടിക്കുന്നത്, ലീസ്റ്റ് കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. കോമ്പിനേഷൻസ് ഓഫ് എറർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, രണ്ട് വാല്യൂസ് നമ്മൾ മെഷർ ചെയ്തു, ആ വാല്യൂസിൽ മെഷർ ചെയ്ത ആ രണ്ട് വാല്യൂസിൽ എറർ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മളതിനെ ഡിവൈഡ് ചെയ്യുമ്പം ആ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഡിവൈഡാണ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മളതിൻ്റെ പവർ കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മൾ വന്നതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. എറേഴ്സും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് അല്ലേ. ഒരു നമ്പർ നിങ്ങൾക്ക് തന്നാൽ അതിൻ്റെ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആഡ് ചെയ്യുമ്പോൾ, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, പിന്നെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റൗണ്ടിങ് ഓഫ് നമ്മൾ ഡിസ്കസ് ചെയ്തു. റൗണ്ടിങ് ഓഫ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് റൗണ്ടിങ് ഓഫ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്തത്. ഏറ്റവും ലാസ്റ്റത്തെ സെക്ഷനായിരുന്നു നമ്മുടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ സെക്ഷൻ, ഡയമെൻഷണൽ അനാലിസിസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്, പക്ഷേ ഡെഡ് ഈസി ആയ ഒരു സെക്ഷനാണ്. ഇപ്പോൾ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയാലും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻസ്, നമ്പേഴ്സിൻ്റെ കോമ്പിനേഷൻസ് ആയാലും എറേഴ്സ് ആയാലും നമുക്ക് കുറേ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഡയമെൻഷണൽ ഫോമിൽ നമുക്ക് ഭയങ്കര ഡെഡ് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടാവും, അതിൻ്റെ ഇക്വേഷൻ നമുക്ക്, അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഇക്വേഷൻസിനെ കുറിച്ചുള്ള ധാരണ നമുക്കുണ്ടെങ്കിൽ ഈസിയായി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു 2 അല്ലെങ്കിൽ 3 മാർക്സൊക്കെ നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസിൽ ഒരു 3 or 4 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിച്ച് കാണാറുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 2 ഉള്ളൂ, ചിലതിലൊരു 3-4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു പാർട്ടിനെ ബേസ് ചെയ്ത് തന്നെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതായത് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും അതിൻ്റെ ഇക്വേഷൻസും എങ്ങനെയാണ് ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കണമെന്നുള്ള ആ ഒരു പ്രൊസീജിയറിനെ കുറിച്ചും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ആ 4 മാർക്സ്, 4 എന്നല്ല എത്ര ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആക്കാൻ പറ്റും. യെസ്, അപ്പോൾ ഡയമെൻഷണൽ അനാലിസിസിൽ തന്നെ ഒന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ആ ഒരു മെത്തേഡ് ഉണ്ട് അല്ലേ. നമ്മുടെ ബേസിക് ആയിട്ടുള്ള SI സിസ്റ്റത്തിലുള്ള ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഓരോ ക്വാണ്ടിറ്റീസിൻ്റെയും, ഓരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയുടെയും ഡയമെൻഷൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എൻട്രൻസ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചില സെറ്റ് ഓഫ് ക്വാണ്ടിറ്റീസ് തന്നിട്ട് ഇതാണ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ആയ ഡയമെൻഷൻസ് എങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റ് സിസ്റ്റത്തിൽ ഇതാണ് നിങ്ങളുടെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എങ്കിൽ, വേറെ ചില ക്വാണ്ടിറ്റീസ് തന്നിട്ട് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്താണെന്ന് അവർ ചോദിക്കും. സോ ആ ഒരു രീതിയിലുള്ള കുറച്ചധികം എക്സാമ്പിൾസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യണ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ മിഷൻ ബാങ്കറിൻ്റെ ഇന്നത്തെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു സെഷനോടുകൂടി നമ്മൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസിലും ചിലപ്പോൾ നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കാരണം ഡയമെൻഷണൽ അനാലിസിസോട് കൂടി കഴിഞ്ഞല്ലോ, അവിടെ ഈ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ആ കാര്യങ്ങൾ പഠിപ്പിച്ചു പോയ കൂട്ടത്തിൽ പറയാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സെഷനായി തന്നെ നമുക്ക് കണ്ടക്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സെപ്പറേറ്റ് സെഷനായിട്ട് ഈ ഒരു പാർട്ടിന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ, ഈ ഒരു ഡയമെൻഷണൽ അനാലിസിസിലുള്ള ഈ ഒരു ട്വിസ്റ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു എക്സാമ്പിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും
നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു ആസ്ക് ഇൻ ദി കോമൻറ്റ് സെക്ഷൻ. നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അവിടെ ഡിസ്കസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അപ്കമിങ് സെഷൻസിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. യെസ്, അപ്പോൾ ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മിഷൻ ബാങ്ക് യൂട്യൂബ് ചാനലിൽ നമ്മൾ ബാങ്ക് എക്സാമിനേഷന് വേണ്ടിയിട്ടും അതേപോലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടുള്ള സെഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ബാങ്ക് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കണതെങ്കിൽ യെസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ സെഷൻസൊക്കെ നിങ്ങൾ റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഏത് ലെവലിലുള്ള സ്റ്റുഡൻ്റ് ആയാലും, ആവറേജ് ആയാലും എബവ് ആവറേജ് ആയാലും ബിലോ ആവറേജ് ആയ ഒരു സ്റ്റുഡൻ്റ് ആയാലും ഏത് ലെവലിലുള്ള നമുക്കറിയാം ഭയങ്കര IQ ലെവലുള്ള ആൾക്കാരില്ലേ, അതായത് എക്സ്ട്രീം ലെവൽ ഓഫ് IQ ഉള്ള ആൾക്കാർ നമ്മൾ പറയുമ്പോൾ മാക്സിമം ഒരു 1 or 2% ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബാക്കിയുള്ള ആൾക്കാർ ഈ 3 ലെവലിൽ വരുന്ന നമുക്ക് മാക്സിമം വേണമെങ്കിൽ ഒരു 5% എന്ന് പറയാം. ബാക്കിയുള്ള 95% ആൾക്കാരെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആവറേജ്, എബവ് ആവറേജ്, ബിലോ ആവറേജ് അല്ലേ. സോ ഈ ലെവലിൽ ഈ 3 ലെവലിൽ നിങ്ങൾ ഏത് ലെവലായാലും നമ്മുടെ ഈ ഒരു ചാനലിലെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് എക്സാമിനേഷൻ ആയാലും എഞ്ചിനീയറിംഗ് മെഡിക്കൽ എൻട്രൻസ് എക്സാമിനേഷൻസ് ആയാലും നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ക്രാക്ക് ചെയ്ത് പോകാൻ പറ്റും. സോ അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് എല്ലാം റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. ഇനി എന്താ പറയുക, നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഒരു സ്റ്റുഡൻറ്റ് പോയി പഠിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് സ്റ്റാൻഡേർഡിലാണോ എന്ത് ഡെപ്തിലാണോ അവർക്ക് നോളജ് പ്രൊവൈഡ് ചെയ്യുന്നത് അത്രയും സ്റ്റാൻഡേർഡിൽ അല്ലെങ്കിൽ അതിനേക്കാളും നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടെ നമ്മൾ ശ്രമിക്കണേ. അപ്പോൾ കുറേയൊക്കെ അതിന് പറ്റുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യങ്ങളുണ്ടായാൽ കൊള്ളാം അങ്ങനെയൊക്കെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ വന്ന് പറഞ്ഞാൽ മതി. ഉടനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഉടനെ ചെയ്യാം, ഇല്ലെങ്കിൽ അണ്ടർ കൺസിഡറേഷനിൽ വെച്ചിട്ട് ഫ്യൂച്ചറിൽ എപ്പോഴാണോ സമയം പോലെ നമുക്കതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. എൻ്റെ മനസ്സിലും ഒരുപാട് ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ സ്ട്രോങ് ആയ സപ്പോർട്ട് എനിക്ക് വേണം. നമുക്ക് കുറച്ചും കൂടെ അധികം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി റെഗുലർ വ്യൂവേഴ്സൊക്കെ ആയി നമ്മുടെ പോർഷൻസൊക്കെ കുറച്ച് കവർ ചെയ്തിട്ട് വേണം അത്തരം കാര്യങ്ങളെല്ലാം അത്തരം കാര്യങ്ങളും കൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്ക് ഈ എക്സാമിനേഷൻസൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഡെഡ് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. യെസ്, എനിവേസ് അപ്പോൾ നമുക്ക് മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മിഷൻ ബാങ്കറിൻ്റെ നെക്സ്റ്റ് സെഷനിൽ വേറൊരു ടോപ്പിക്കും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.